ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ചില ആളുകൾ ഏത് പ്രവൃത്തി ചെയ്താലും, പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കീറാമുട്ടിയായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ അത് വൻ വിജയത്തിലെത്തും. അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് മറ്റുള്ളവർക്കാണ്. അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കിട്ടും. അതിൽ ഈ 9 നക്ഷത്രക്കാർക്ക് പരാതിയോ പരിഭവമോ ഇല്ല എന്നതിലാണ് അതിശയകരമായ ഒരു സംഭവം. ചിലപ്പോൾ അവർ ചെയ്തതിൻ്റെ ഗുണഫലം കിട്ടിയ ആൾ പറഞ്ഞോ മറ്റോ അയാൾ അറിയുന്നത് തന്നെ 1 വർഷം കഴിഞ്ഞായിരിക്കും. അത് സിനിമ, രാഷ്ട്രീയം, സാഹിത്യം, ശാസ്ത്രം മുതലായ രംഗങ്ങളിൽ ഉന്നതരായി നിൽക്കുന്ന പലരും അവർക്ക് വിജയിച്ചതിൻ്റെതായ പ്രവർത്തനത്തിൻ്റെ ഫലം ഈ പറയുന്ന 9 നക്ഷത്രക്കാരുടേതാണ്. ഇവരിൽ നിന്ന് അവർ അടിച്ചെടുത്തതാണെന്ന് പറയാൻ പറ്റുകയുമില്ല. കാരണം ഇവർ പ്രവർത്തിച്ചു, ഫുൾ ഗുണം ഏറ്റെടുക്കാൻ അവർ നിന്നില്ല. ഗുണഫലം കിട്ടിയ ആൾ ഇവരെ ചതിക്കുകയോ ഓവർടേക്ക് ചെയ്യുകയോ ഇവരെ വധിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ കുറെ പ്രവർത്തിച്ച് അങ്ങ് വിട്ടു. ഇതിൻ്റെ ബാക്കിയാണ് അദ്ദേഹം മറ്റേ ആൾ ചെയ്തത്. ചെയ്തപ്പോൾ അതിൻ്റെ ഗുണം കിട്ടി. ഇയാൾ കാര്യം പറയുന്നത് പിന്നീടാണ്. അയാൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പറയട്ടെ. 1ാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി കാർത്തിക, പൂയം ആയില്യം, അത്തം ചിത്തിര ചോതി, അനിഴം രവതി. ഇവരാണ് ആ പുണ്യാത്മാക്കൾ. മറ്റൊരാൾ അത് അടിച്ചെടുത്തു എന്ന് ഹീനമായ ഭാഷയിൽ അവർ ഭാവിയിൽ അറിഞ്ഞാൽ പോലും അവർ മറ്റേ ഉന്നതിയിലെത്തിയ ആളിനെ നേരിട്ട് കണ്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാനോ മറ്റെന്തെങ്കിലും പരാതികൾ പറയാനോ പോകാറുമില്ല. എന്താണ് ഇതിൻ്റെ കാരണം? മുൻജന്മത്തിലെ കർമ്മങ്ങളാണ്. അന്ന് ചില കടങ്ങൾ ഉണ്ടായിരുന്നു, ചെയ്ത് തീർക്കേണ്ടതായ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. അത് ചെയ്ത് തീർത്തില്ല. അതിലൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഗീതാവാക്യം ഓർമ്മ വരികയാണ്. അദ്ദേഹം അർജുനനോട് പറഞ്ഞതാണ്, കർമ്മം ചെയ്യണം അർജുന, അങ്ങനെ കൃത്യമായ കർമ്മം നീ ചെയ്യാതിരുന്നാൽ നരകത്തിൻ്റെ അടിയിൽ കത്തിച്ചിരിക്കുന്ന തീയിൽ നീ ചെന്ന് വീഴും. അത് ഓർമ്മിച്ച് കർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കരുത്, കർമ്മം ചെയ്തേ മതിയാകും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അസചേത്തം ഇമം ധർമ്മ്യം തം ഗ്രാമ്യം ന പരീക്ഷ്യസി തതസ്വധർമ്മം കീർത്തിഞ്ച ഹിത്വ തതസ്വധർമ്മം കീർത്തിഞ്ച ഹിത്വ പാപം വിവാപ്സ്യസി. അപ്പോൾ അവർക്കും ഈ 9 നക്ഷത്രക്കാർക്കും സ്ഥിതി അങ്ങനെ പറ്റിയതാണ്. ജന്മത്തിൽ മിച്ചമായി കിടന്ന, കടമായി കിടന്ന, പൂർത്തീകരിക്കാതിരുന്ന, ഉഴപ്പിയ ചില കടങ്ങളുണ്ട്. ആ ആത്മീയ കടങ്ങളാണത്. അതുകൊണ്ടാണ് ഇവരിലെ ചില പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ഈ ജന്മത്തിൽ മറ്റുള്ളവർ തട്ടിയെടുത്തിരിക്കുന്നത്, തട്ടിയെടുത്തല്ല അവർക്ക് ലഭിച്ചത്. ഇത് മനസ്സിലാക്കാൻ ഇനി എത്ര വീഡിയോ ചെയ്താലും മതിയാവുകയില്ല. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഹരിക്കകത്തമ്മയുടെ പേരിൽ സന്തോഷമുണ്ടാകട്ടെ.